12,000-ലധികം കോടതികൾ അതിനായി സ്ഥാപിച്ചു. അതിന്റെ എല്ലാം ഫലമായിട്ട് ലോകത്ത് തന്നെ പറയുന്ന ഉദാഹരണങ്ങളിൽ ഇന്ന് ആ രാജ്യം എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. ഒന്ന്, ആ രാജ്യത്തിന്റെ GDP ഗ്രോത്ത് 752 ബില്യണിൽ നിന്ന് 0-ലേക്കും തിരിച്ചവിടെ നിന്ന് 14 ബില്യണിലേക്കും വന്നിരിക്കുന്നു. ആഫ്രിക്കയിൽ ബിസിനസ് ചെയ്യുന്നതിന് ഏറ്റവും സൗഹൃദമായ 2ാമത്തെ രാജ്യം. പോലീസിന്റെ ട്രസ്റ്റ് ഇൻഡെക്സിൽ ആഫ്രിക്കയിലെ 1ാമത്തെ രാജ്യം. ലോകത്തിലെ 21ാമത്തെ നമ്പറിൽ ട്രസ്റ്റ് ചെയ്യാവുന്ന പോലീസ് സംവിധാനം. നിങ്ങൾ ഈ രാജ്യത്ത് എത്രത്തോളം സുരക്ഷിതരാണ് എന്ന ചോദ്യത്തിന് 95% ആൾക്കാർ വോട്ട് ചെയ്യുന്നത് ഞാൻ സുരക്ഷിതനാണ് എന്നാണ്. അങ്ങനെ ഈ രാജ്യവുമായി ബന്ധപ്പെട്ട സമഗ്രമായിട്ടുള്ള പുരോഗതി ഈ ഒരു ദിനം അനുസ്മരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഉണ്ടായത് എന്നുള്ളത് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന കണക്കുകളാണ്. അവിടെ അവർ അനുസ്മരിക്കുന്നത് ഈ 100 ദിവസവും അവർ അനുസ്മരിക്കുകയാണ്. 1995 മുതൽ ഇന്നു വരെ ഈ അപകടമുണ്ടായ, ഈ കൂട്ടക്കൊലുണ്ടായ 1ാമത്തെ ദിവസം മുതൽ 100ാമത്തെ ദിവസം വരെ ഇന്നും അവർ അനുസ്മരിക്കുകയാണ് എല്ലാ വർഷവും. എന്ന് വെച്ചാൽ അനുസ്മരണമില്ലാത്ത കേവലം 265 ദിവസങ്ങൾ മാത്രമാണ് ആ രാജ്യത്തുള്ളത് എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ അതിലോടുകൂടി ഞാൻ അദ്ദേഹത്തിന്റെ വാദങ്ങൾക്ക് മറുപടി പറഞ്ഞത് കരുതുന്നു. നമസ്കാരം. താങ്ക് യു സാർ. വാദപ്രതിവാദങ്ങൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടി വിജയൻ സ്വീകരിച്ചു. ഈ ഹോളോകോസ്റ്റ് ഡിനയലിസം എന്ന് പറയുന്നത് ശ്രീജിത്ത് ഉദ്ദേശിക്കുന്ന അർത്ഥമല്ല അതിനുള്ളത്. ഹോളോകോസ്റ്റ് എന്നൊരു സംഗതി നടന്നിട്ടില്ല എന്നുള്ള വാദമാണ് ഹോളോകോസ്റ്റ് ഹിസ്റ്ററി ഡിനയലിസം എന്നൊക്കെ പറയുന്നത്. ഈ വിഭജന ഭീതി സംബന്ധിച്ച് ഹോളോകോസ്റ്റ് ഡിനയലിസവുമായിട്ട് താരതമ്യം ചെയ്യാൻ പാടില്ലാത്തതാണ്. കാരണം ഇത് ഡിനേ ചെയ്യുന്നവരല്ല ഇത് അനുസരിക്കുന്നതെന്ന് പറയുന്നത്. ഈ സംഗതി ഇവിടെ അനുസരിക്കുന്നുണ്ടായിരുന്നു, ആളുകൾ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ സർക്കാർ തലത്തിൽ ഒരു നാഷണൽ പോളിസിയെ പറഞ്ഞിട്ടില്ലാന്നേ ഉള്ളൂ. അപ്പൊ ഈ ഹോളോകോസ്റ്റ് ഡിനയലിസം ആണ് എന്ന് ആദ്യം പറഞ്ഞത് തന്നെ വളരെ ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള, എക്സാജറേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് വസ്തുതാപരമായി ശരിയല്ല. 2, സമയമെടുത്തു. ഈ സമയമെടുത്തു ചെയ്തു എന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ അർത്ഥം ഈ ആളുകൾ ഇപ്പൊ പുതുതായിട്ട് കൊണ്ടുവന്ന ആളുകൾക്ക് ഇവിടെ ഉണ്ടായിരുന്നു. ഈ 47 ശേഷം ഇത്രയും നാള് ഇത്തരത്തിലൊരു നീക്കം കോൺഗ്രസ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും BJP ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും BJPയുടെ പോളിസിയായിട്ടോ മാനിഫെസ്റ്റോയായിട്ടോ ക്യാമ്പയിനായിട്ടോ സ്ലോഗനായിട്ടോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അതിനൊരു വർഷം എത്ര എടുക്കും എന്നുള്ളതല്ല, മറിച്ച് ഇതുവരെ ഉന്നയിക്കാത്ത, മറ്റുള്ളവർ പൊതുവെ സ്വകാര്യമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഒരു പൊളിറ്റിക്കൽ അജണ്ട എന്ന രീതിയിൽ കൊണ്ടുവരുന്നു.